ചോദ്യം ആന്റി ഇത്. സുധിയേട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം ശ്രുതി ചേച്ചി പ്രഗ്നന്റ് ആയിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നിന്റെ രണ്ടാം കെട്ടാണല്ലേ? നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണല്ലേ? ശ്രുതി, ഇതെല്ലാം മറച്ചു വെച്ചത് ഈ സുധിയെ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ? ശ്രുതി, എന്റെ കഴുത്തിൽ ഒരാള് മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ, അത് സുധിയാ. അപ്പൊ ഞാൻ വേറെ വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് കുഞ്ഞുമില്ല. നീ തന്നെയല്ലേ പറഞ്ഞത് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവും അറിയാൻ വേണ്ടി ചെക്കപ്പിന് പോയതാന്ന്? അത് ശരിയാണ്, ആദ്യത്തെ കുഞ്ഞ് എന്റെ സുധിയുടെ തന്നെയായിരുന്നു. സുധിയുടെ കുഞ്ഞോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ആന്റി, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു തവണ കൺസീവ് ആയിരുന്നു. ശ്രുതി, എപ്പോ? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ചെക്കപ്പ് ചെയ്തപ്പോ അന്ന് ഞാൻ കൺസീവ് ആയിരുന്നു. പക്ഷെ എന്ത് പക്ഷേ? പറ ശ്രുതി. എന്റെ സന്തോഷത്തിന് കുറച്ചു നിമിഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ, അത് അബോർഷനായി പോയി. ശ്രുതി, അബോർഷനായിരുന്നോ? അതെ സുധി, ആ കുഞ്ഞിനെ ദൈവം നമുക്ക് തന്നില്ല, എന്റെ വയറ്റിൽ വെച്ച് തന്നെ. ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന് എന്തുകൊണ്ടാ മോളെ നീ പറയാതിരുന്നേ? ആന്റി, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സന്തോഷം ഒരു സർപ്രൈസ് ആയി നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴാ ഇളയച്ചൻ വന്നത്. അച്ഛൻ ജയിലിലാണെന്ന് ഇളയച്ചൻ പറഞ്ഞപ്പോ ആ ഷോക്കിലായിപ്പോയി ഞാൻ. ആ സമയത്ത് എനിക്ക് സുധിയോട് പോലും പറയാൻ തോന്നിയില്ല. അച്ഛന്റെ അവസ്ഥ ഓർത്ത് ഞാൻ ആരും കാണാതെ കുറേ കരഞ്ഞു. എനിക്കത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ആ സ്ട്രെസ്സിലാ അന്നത് അബോർഷനായി പോയത്. എന്തൊരു വിധിയായത്! ഈ ആന്റി പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനാ. നമ്മുടെ കയ്യിലേക്ക് തരാതെ ദൈവം അതിനെ കൊണ്ടുപോയല്ലോ. മോളെ കരയാതിരിക്കെ, ഒക്കെ വിധിയാണെന്ന് കരുതിയാ മതി. ആന്റി നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, സത്യം അറിയാതെ ഓരോന്നൊക്കെ പറഞ്ഞു വല്ലാതെ കുറ്റപ്പെടുത്തി. മോളെ ആന്റിയോട് ക്ഷമിക്ക്. കണ്ടോ, ഇപ്പൊ ഇതറിഞ്ഞപ്പോ ആന്റിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ ആന്റി തളർന്നു പോയനെ. സുധിയാണെങ്കിൽ ജോലിയില്ലാത്ത ടെൻഷനിലായിരുന്നു. അതിന്റെ കൂടെ ഇതും പറഞ്ഞ് സുധിയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയതാ. അതുകൊണ്ടാ രണ്ടുപേരോടും അബോർഷനായ കാര്യം ഞാൻ പറയാതിരുന്നത്. ആന്റി, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ സംശയിക്കില്ല ആന്റി. ഇല്ല മോളെ, എനിക്ക് മോളെ ഒരു സംശയമില്ല. എനിക്കറിയില്ല നിന്നെ. ചെഫിയേട്ടൻ വന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഒരു നിമിഷം എല്ലാം മറന്നുപോയി. ഞാൻ ദേഷ്യം വന്നതുപോലും നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആന്റിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അത്. അച്ഛാ, ആരെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയ ശ്രുതി അബോർഷനായി വരും ഇവിടെ ആരോടും പറയാതെ മറച്ചു വെച്ചത്. എന്നിട്ടിപ്പോ ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് അവളെ വിഷമിപ്പിച്ചു. ഇക്കാര്യം അച്ഛനോട് ആരാ പറഞ്ഞത്? അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മേ, ഇക്കാര്യം അച്ഛനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാമേ. അത് സച്ചിയാനോട് പറഞ്ഞു. ഓഹോ, അപ്പൊ നീ ആയിരുന്നല്ലേ ഇതിന്റെ പിന്നില്? എന്താടാ നിന്റെ മനസ്സില്? എന്തിനാ നീ എന്റെ ശ്രുതിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ കേട്ടത് അച്ഛനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ കേട്ടെന്നോ? നിന്നോട് ആരാ പറഞ്ഞത്? അത് എന്നോട് ശ്രീകാന്ത പറഞ്ഞു. ശ്രീ, നീയോ? എന്നോട് വർഷ പറഞ്ഞു. വർഷയോ? അടുത്ത ചോദ്യം ഇനി എന്നോടായിരിക്കും അല്ലേ? വർഷ, നീ മെനഞ്ഞ കഥയാണോ ഇത്? ഞാൻ കഥ മെനയുന്ന കഥാകൃത്തൊന്നും അല്ല ആന്റി, ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റാ. എന്നോട് ഈ കാര്യം രേവതി ചേച്ചിയാ പറഞ്ഞത്. രേവതിയോ? ഞാൻ ഊഹിച്ചു ഇതിന് പിന്നില് ഇവളായിരിക്കും. വീട്ടിലെ സമാധാനം കളയാൻ വേണ്ടി വന്ന ജന്മം. എന്താണ് നീ കരുതിയത്? എന്താ നിന്റെ മനസ്സില്? അമ്മ, ഞാൻ എന്റെ പേഴ്സണൽ മാറ്റർ ഗോസിപ്പാക്കി പറഞ്ഞു പരത്തി എന്നെ കരിവാരി തെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്താൻ നാണമില്ലേ നിനക്ക്? വളരെ വേണ്ട. എന്താ നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടാറുണ്ടോ? നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും മോശം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണോ നിന്റെ കെട്ടിയോളും എന്റെ ശ്രുതിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇവളെ അപമാനിക്കാൻ വേണ്ടി കള്ള കഥ ഉണ്ടാക്കി ഇറങ്ങിയിരിക്കല്ലേ? നീ എന്തിനാ വെറുതെ അവളുടെ മക്കിട്ട് കയറുന്നേ? നിങ്ങൾ ചുമ്മാ ഇരിക്കാൻ. നല്ല മരുമകളെ തന്നെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ കള്ളക്കഥ ഉണ്ടാക്കാൻ. അമ്മ, വന്ന് കയറി അന്ന് മുതൽ ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ശ്രുതി അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളക്കഥയും പറഞ്ഞു പരത്തിയിട്ടില്ല. പിന്നെ പറയാതെ എല്ലാവരുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നില്ലേ? നീയല്ലേ അതിന് കാരണക്കാരി? ഗോസിപ്പ് പറഞ്ഞു പരത്തി തുടക്കമിട്ടത് നീയല്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എന്നോട് വൈരാഗ്യം തോന്നാൻ എന്താ കാരണം? ശ്രുതി, എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവും ഇല്ല. നീ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നെങ്കിൽ അതിന് കാരണം ഞാനല്ല, നീ തന്നെയാ. വായടക്കടി. നിനക്ക് നല്ല പേരെടുക്കാൻ വേണ്ടി ശ്രുതിയെ നീ മോശക്കാരിയാക്കാൻ നോക്കിയതാ. വീട്ടിൽ മാത്രമാണോ? അല്ല, നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്നോ? അമ്മ, ഞാൻ ഹോസ്പിറ്റലിൽ പൂവ് എടുക്കാൻ പോയപ്പോ അവിടെ വെച്ച് ശ്രുതിയെ കണ്ടിരുന്നു. അവിടെ വെച്ചാ ഞാനിത് അറിഞ്ഞത്. നിന്നോട് ഡോക്ടർ വന്ന് പറഞ്ഞോ? അതോ ഏതെങ്കിലും നേഴ്സോ സ്റ്റാഫോ വന്ന് പറഞ്ഞോ? അത് ഞാൻ കണ്ടോ അച്ഛാ, പരിങ്ങി കളിക്കുന്നുണ്ടോ? ശ്രുതി അറിയാതെ അവളുടെ പുറകെ നടന്ന് അവൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ നോക്കലേ ഇവളുടെ പ്രധാന ജോലി. വിവരം കേട്ടവളെ നാളല്ലടി. ശ്രുതി എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് നിനക്കെന്താ? നീയും നിന്റെ അനിയത്തിയും കൂടെ എന്തിനാ വെറുതെ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ? ഓഹോ, അപ്പോ അനിയത്തിയെ മുന്നിൽ നിർത്തിയാണ് നിന്റെ ചാര പ്രവൃത്തി. അവളെന്ത് ചെയ്യണം? നിങ്ങൾ അവളെ വിട്ടു കയറുന്നത്? എടോ, അപ്പൊ നിന്റെ ഭാര്യ ചെയ്ത തെറ്റല്ലേ? രേവതി ചേച്ചി കാഷ്വൽ ആയിട്ട് പറഞ്ഞതാ. ഇത് ഇത്ര വലിയ വിഷയമാക്കണോ? ശ്രുതിയെ പറ്റി ഇവളെന്തിനു പറയണം? ഇല്ലാത്തൊന്നും അല്ലല്ലോ രേവതി പറഞ്ഞത്. രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുന്ന അറിയാനുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടാ പാലെടുത്ത് ഹോസ്പിറ്റലിൽ പോയത്. അതല്ലേ രേവതി പറഞ്ഞത്? സത്യമല്ലേ അത്? അവൾ എന്തിനത് പറയണം? അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇവളെന്തിനാ തലയിടുന്നേ? ആന്റി, ഇവൾ ഈ ചെയ്തത് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതിന് സമ. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചോ. എടാ, സൂക്ഷിച്ച് സംസാരിക്കാനേ ആദ്യം നീ നിന്റെ ഭാര്യയോട് പറ. ശശി, നിർത്തി. ചന്ദ്രേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോ എന്താ കാര്യം, എന്തിനാ വന്നതെന്നൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ? സ്നേഹം കൊണ്ട് ചോദിക്കുന്നതല്ലേ? ഇവൾക്ക് ഇവളോട് സ്നേഹോ? അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവള് ശ്രുതിയോടല്ലേ ചോദിക്കേണ്ടിരുന്നത്?
അല്ലാതെ അനിയത്തിയോട് ചോദിച്ചറിഞ്ഞ് ഇല്ലാ കഥ പറഞ്ഞു പരത്തുവാണ് വേണ്ടത്. ഉള്ള കഥ തന്നെയാ അവള് പറഞ്ഞത്. അതിനപ്പുറം വ്യാഖ്യാനിച്ച നിങ്ങളാ. രേവതി, ഇത് നിനക്കുള്ള അവസാനത്തെ വാണിങ്ങ. ഇനി നീ ശ്രുതിയുടെ കാര്യത്തിൽ തലയിട്ടാ മനുഷ്യത്തി ആയിരിക്കില്ല ഞാൻ. അല്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണോ? അവളെന്തോ കൊലപാതകം നടത്തി പോലെയല്ലേ പെരുമാറുന്നത്. നിർത്തിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. സച്ചി ഇവിടെ ചന്ദ്രൻ രേവതി കള്ളം പറഞ്ഞിട്ടില്ല. ഇനി മേലിൽ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടരുത്, അവളെ കുറിച്ചൊന്നും പറയരുതെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ഈ മരുമോളോട് പറഞ്ഞേക്ക്. ചന്ദ്രേ മതി, രേവതി മോളോട് ഞാനത് പറയേണ്ട കാര്യമില്ല. അവൾ ആരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാറില്ല. ദേവ് അവളറിഞ്ഞ കാര്യം രേവതിയോട് പറഞ്ഞു, രേവതി അത് വർഷയോട് പറഞ്ഞു. ഒരു കൂട്ടുകുടുംബം ആവുമ്പോ സന്തോഷവും ദുഃഖവും എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കണം. ഒരു രഹസ്യം ഇവിടെ ഉണ്ടാവരുത്. അറിഞ്ഞ കാര്യം വീട്ടിൽ പറഞ്ഞാൽ എന്താ തെറ്റ്? രേവതി മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചുമ്മാ വിഷയങ്ങൾ പെരുപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മക്കളെയും മരുമക്കളെയും തമ്മിൽ തെറ്റിക്കുന്നത് നീ ഒറ്റ ഒരുത്തിയാ. അത് പിന്നെ മതി, ഈ വിഷയം ഇവിടെ അവസാനിച്ചു. അത് ഇവിടെ തന്നെ വിടുന്നതാ എല്ലാവർക്കും നല്ലത്. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം ഇവിടെ പാടില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാം. സത്യം അറിയാതെ ആന്റി എന്നെ ശകാരിച്ചു. ആദ്യമായിട്ടാ ആന്റി എന്നോട് ഇങ്ങനെ പെരുമാറിയത്. അതിന്റെ കാരണക്കാരി നീയാ. നീ ഒറ്റ വരുത്തിയാ. ദേ, നിന്നോട് ഞാൻ കെഞ്ചി പറയാം, മേലിൽ എന്റെ കാര്യത്തിൽ തലയിടരുത്, എന്റെ പുറകെ വരരുത്. ദേവി, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അവരെന്തും പറയട്ടെ. ഛേ, എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും? ഏയ് ദേവി, നീ അത് വിട്, കരയാതെ. അവർ പറഞ്ഞത് കേട്ടില്ലേ? ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനത്ര. നീ എന്തിനാ ഈ കാര്യം വർഷോട് പറയാൻ പോയെ? നീ അത് എന്നോടല്ലേ പറയണ്ടേ? ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യില്ലായിരുന്നോ? സച്ചേട്ടൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. എനിക്കറിയാം സച്ചേട്ടനെ. പക്ഷെ അപ്പോഴും കുറ്റം എനിക്കായിരിക്കും. ഒരു കുടുംബത്തിൽ രഹസ്യങ്ങൾ ഉണ്ടാവരുത്. എല്ലാം എല്ലാവരോടും പറയുന്നതാണ് നല്ലത്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ ഭാവന ഉണ്ടാക്കി പറഞ്ഞല്ലോ. ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ആരോടും ഒന്നും പറയാത്തത്. പക്ഷെ കുറെ നിർബന്ധിച്ചതുകൊണ്ട് അവളോട് ഞാനത് പറഞ്ഞേ. പക്ഷെ അത് മണ്ടത്തരായി പോയി. ശരി ശരി, നീ അത് വിട്, സാരമില്ല. നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. നീ ഇങ്ങനെ കരയാതെ. പിന്നെ എന്തിനാ അമ്മ എന്നെ വഴക്ക് പറഞ്ഞേ? പിന്നെ അല്ലേ പിന്നെ അമ്മ എല്ലാ ദിവസവും നിന്റെ അടുത്ത് കൊഞ്ചിക്കുകയല്ലേ? എന്നത്തെ പോലെ ഇന്നൊരു കാരണം കണ്ടെത്തി നിന്നെ വഴക്ക് പറഞ്ഞു. അത്രേ ഉള്ളൂ. പാർലമെന്റത്തിന്റെ സംസാരം കുറച്ച് ഓവറായിരുന്നു. അവൾ ഇക്കാര്യം മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോ വലിയ വിഷയമാവില്ലായിരുന്നല്ലോ. മേലിൽ പാർലമെന്റത്തിൽ ഒരു വിഷയത്തിൽ നീ തലയിടാൻ പാടില്ല. അവൾ തെറ്റ് ചെയ്താലും കുറ്റം നിനക്കായിരിക്കും. അവളൊരു കേടിയാ. തന്ത്രപൂർവ്വം ഒരു വിഷയത്തിൽ നിന്ന് എങ്ങനെ തലവരാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ശ്രുതി എന്തുകൊണ്ടാ ആഘോഷനായ കാര്യം അപ്പൊ പറയാതിരുന്നത്? അവളുടെ ഭർത്താവിനോടെങ്കിലും പറയേണ്ടതല്ലേ? അവള് പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്? നമുക്ക് എന്താ രവതി? സച്ചേട്ടാ, ശ്രുതി പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അവൾ എന്തൊക്കെ മറക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. അതിലിപ്പോ എന്താ ഇത്ര ആശ്ചര്യം? അവളൊരു ഫ്രോഡാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓട്ടക്കാരന് അവൾക്ക് രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇത്തരക്കാർക്ക് പലതും മറച്ചു വെക്കാനുണ്ടാവും രവതി. സച്ചേട്ടാ, നിങ്ങളുടെ ഏട്ടന്റെ കാര്യം വീട്. ശ്രുതിയുടെ ജീവിതത്തില് കാര്യമായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അത് എല്ലാവരും അറിയുന്നുള്ള പേടിയില്ലാന്ന് തോന്നുന്നു. എത്ര കാലം ഇതൊക്കെ മൂടി വെക്കാൻ പറ്റും? ഒരു നാളെല്ലാം പുറത്തു വരും. അതിന് കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരില്ല. ഇപ്പൊ കഴിഞ്ഞൊക്കെ വിട്ടേക്ക്. നമുക്ക് പുറത്തൊന്നൊക്കെ ഇറങ്ങി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ നീ ഒന്ന് തണുക്കും. വാ. ആന്റി, വാശ്രുതി, അബോർഷനായ സമയത്ത് നീ മെഡിസിനും നട്ട്സും ഫ്രൂട്ട്സും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നല്ലോ അല്ലേ? കഴിച്ചിരുന്നു ആന്റി. ശരീരം ശ്രദ്ധിക്കണം ശ്രുതി. ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ല ആന്റി, മനസ്സിനാ കുഴപ്പം. മെന്റൽ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്തിനാ നിനക്ക് ടെൻഷൻ? ശ്രുതിയുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ അച്ഛന്റെ കാര്യം ഓർത്തിട്ടാണോ ടെൻഷൻ? അദ്ദേഹം പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങും മോളെ. ടെൻഷൻ ഒന്നും വേണ്ട. അതൊന്നും അല്ല ആന്റി. പിന്നെന്താ, ഇവിടെ നിനക്ക് ഒന്നിനും ഒരു കുറവുമില്ല. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നിന്നെ നോക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ മോളെ പോലെ നിന്നെ കാണുന്നത്. നിങ്ങള് നന്നായി നോക്കുന്നുണ്ട് ആന്റി. എന്റെ അമ്മ കൂടി എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ല. ഇവിടെയുള്ള ചിലര് എന്നെ ശത്രുവിനെ പോലെയാ കാണുന്നത്. ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി പ്രശ്നം ഉണ്ടാക്കി എന്നെ മാനസികമായിട്ട് തളർത്തുക. ഒരു സ്വസ്ഥതയില്ല. എനിക്ക് മടുത്തു ആന്റി. എനിക്ക് മനസ്സിലായി. ആ പൂ കെട്ടുന്നവളെ കുറിച്ചല്ലേ നീ പറയുന്നത്? ഇനി അവള് മിണ്ടാതെ ഇരുന്നോളും. കണക്കിന് കൊടുത്തല്ലോ ഞാന്. ഇവിടെ സ്വസ്ഥതയോടെ ഒന്നും കഴിയാൻ പറ്റില്ല ആന്റി. അവരെന്ത് പറയും, ഇവരെന്ത് പറയുന്നു ഭയന്ന് എത്ര കാലം ഇങ്ങനെ കഴിയും? ഒരു വാടക വീട് എടുത്ത് മാറി താമസിച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്.